അമ്മ വല്ലതും തരണേ. അയ്യോ, ഈ ദരിദ്ര യാചകന് വല്ലതും തരണേ. രൂപ വേണ്ടമ്മ, പൈസ മതിയേ, പൈസ. ഈശ്വര, യാചകന്മാരോട് ആർക്കും കനിവില്ലെന്നോ? അയ്യോ സുഗുണേട്ടാ, മതി, മതി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയുന്നു, മതി. അപ്പ കല വിജയിച്ചു, എന്റെ വേഷവും വിജയിച്ചു. ഹാസ്യം പറയുമ്പോൾ കാണികൾ ചിരിക്കണം, വില്ലനെ കാണുമ്പോൾ ദേഷ്യം തോന്നണം, ആക്ഷൻ കാണുമ്പോൾ ത്രില്ല് തോന്നണം, പ്രേമരംഗം കാണുമ്പോൾ മൃദുല വികാരങ്ങൾ ഉണരണം. പ്രേക്ഷകരെ കൊണ്ട് അതൊക്കെ സാധിക്കുന്നവരാണ് യഥാർത്ഥ നടന്മാർ. ഞാനിപ്പോ യഥാർത്ഥ നടനായി. എന്നാൽ ഇത് ഇത്തിരി കടന്നുപോയി സുഗുണേട്ടാ. ഒരു ഭാര്യക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. സഹിക്കണം ശാരദ, സഹിച്ചേ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കലാകാരന്റെ ഭാര്യ മുള്ളിന്മേൽ നടക്കുന്നവളായിരിക്കണം, മുൾക്കിരീടം ധരിക്കുന്നവളായിരിക്കണം. അവളുടെ വഴികളിൽ പൂമത്തെ പ്രതീക്ഷിക്കരുത്. ഈ വേദനകളെല്ലാം മാറും. എവിടെ? തിയേറ്ററിലെ ജനങ്ങളുടെ കയ്യടിയിൽ. സത്യൻ മാഷ് റിക്ഷ വലിച്ചപ്പോൾ തിയേറ്ററിൽ ഉയർന്ന ആ കയ്യടി, ആ കയ്യടിയിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ദുഃഖം കുറഞ്ഞതുപോലെ എന്റെ ശാരദേ, നിന്റെ സുഗുണേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിൽ ഉയരുന്ന ആ ക്ലാപ്സിൽ നിന്റെ വേദനയും ആഹ്ലാദമായി മാറും. ഇത്രയും കുടിച്ചില്ലായിരുന്നു സുഗുണേട്ടാ. അത് ഞാൻ എന്താ ഞാൻ കയ്യിൽ നിട്ടത്. ഞാൻ പറഞ്ഞില്ലേ, കലാകാരന്മാർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിടണം. ആദ്യം സുഗുണേട്ടൻ എന്താ ഇംപ്രോ എന്ന് പറഞ്ഞത്? അത് കയ്യിൽ നിടുന്ന എന്റെ ഇംഗ്ലീഷ് വാക്കില്ലേ, ഇംപ്ര. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് മറന്നുപോയി. ഇംപ്രവൈസ് എന്നാണോ? തന്നെ. നീ കലാകാരന്റെ ഭാര്യ തന്നെ കേട്ടോ. എവിടെ നിന്നൊക്കെ പഠിച്ച് വളക്കിട്ട് വെച്ചിരിക്കണത്? നോക്കോ, ഞാൻ കൈ വിറയ്ക്കുന്നതായിട്ടൊന്ന് ഇമ്പ്ര. അല്ലെങ്കിൽ അത് വേണ്ട, കൈ നിടാൻ പോയാണ് ഞാൻ. നോക്കോ, അവിടെ എങ്ങനെ വിറയ്ക്കണ കാണാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് നോക്ക്. ചുമ്മാ ഒന്നും ഓരോന്ന് പറഞ്ഞോളൂ. നോക്കോ, കൈയുണ്ടല്ലേ ഇങ്ങനെ ഗിടുകിടാന്ന് വിറപ്പിക്കാൻ ആർക്കും പറ്റും. അത് സ്കൂളിലെ ഫാൻസി ഡ്രസ്സാണ്. പക്ഷേ ഉത്തമ കലാകാരൻ കൈ വിറയ്ക്കുന്നതായിട്ട് അഭിനയിക്കും. നോക്ക്, എന്റെ കൈ വിറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല. ഇതിനെയാണ് അഭിനയിക്കാതെ അഭിനയിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞ അവാർഡ് അഭിനയം. ഈശ്വര, അപ്പൊ സുഗുണേട്ടന് അവാർഡ് കിട്ടുമോ? അതൊക്കെ നീ നോക്കിക്കോ. സംസ്ഥാനത്തിന്റെ അവാർഡാണോ? സംസ്ഥാനത്തിന്റെ അവാർഡും കൊണ്ട് ഇങ്ങ് വരട്ടെ, ഇപ്പൊ തന്നെ ചെന്ന് വാങ്ങിക്കാം. എടീ, ദേശീയ അവാർഡാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. സത്യം മാഷിനൊക്കെ കിട്ടിയതുപോലെ ചിലപ്പോ ഓസ്കാറും കിട്ടും. അവാർഡ് വാങ്ങിക്കാൻ അങ്ങ് അമേരിക്കയിൽ പോകേണ്ടി വരും. നേരാണോ? അപ്പൊ ഒരുപാട് കാശ് കിട്ടുമല്ലേ? ഓസ്കാർ അവാർഡ് എന്ന് വെച്ചാൽ മിനിമം $5 കോടി കിട്ടുന്നത്. $5 കോടി. $1 എന്ന് വെച്ചാൽ 50 രൂപ. $5 കോടി എന്ന് വെച്ചാൽ 5 ഗുണം 50. അതൊരു വലിയ തുകയായിട്ട് വരും. സത്യത്തില് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഗുണേട്ടാ. ഇത്രയും കാശ് കിട്ടുമ്പോഴേ നമുക്ക് കുറച്ച് ഭൂമി വാങ്ങണം, ഒരു വീടും വെക്കണം. അതൊന്നും വേണ്ട, നമുക്ക് മൊത്തം ബാങ്കിലിട്ടാ മതി. അതിടാം, ഒരു 50 കോടി ബാങ്കിലിടാം. ബാക്കിക്ക് കുറച്ച് വസ്തുവും വീടും വേണം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, അതെങ്ങനെ ചിലവാക്കണമെന്ന് എനിക്കറിയാം കേട്ടാ. അത് ശരി, ഭർത്താവിന്റെ അഭിനയം പ്രോത്സാഹിപ്പിച്ചിട്ടേ കൂടെ നിന്നിട്ട് ഇപ്പൊ കോടികൾ കിട്ടിയപ്പോ ഞാനെന്ന് നീയെന്ന് രണ്ടായി അല്ലേ? ഭാര്യയുടെ പൂങ്കണ്ണീര് കണ്ടെന്നും ഈ സുഗുണന്റെ മനസ്സ് മാറത്തില്ല. സുഗുണൻ ഒരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചതാണ്. തീർച്ചയാണോ? സുഗുണൻ ഒരു വാക്ക് പറഞ്ഞാ പിന്നെ ഒരിക്കൽ കൂടെ തീർച്ചയാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഗതികേട് സുഗുണനില്ല. ഈശ്വര, ഇതൊക്കെ കേൾക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ. മതിയായി, ജീവിച്ച് മതിയായി. എനിക്ക്
പേടിക്കണ്ട, ഞാൻ ഇടിച്ചു മരിക്കും. ചാവട്ടെ ഞാൻ ആ, അങ്ങട്. ചാവ്. ഞാൻ എന്നെ ഇടിച്ച് എന്താ കൊല്ലും. ശാരദ, എന്താന്ന് കോടികളെ കയ്യിൽ വന്ന് മറിഞ്ഞപ്പോഴേ സുഗുണേട്ടൻ നില മറന്നുപോയി ചേച്ചി, നില മറന്നുപോയി. കോടിയോ? ഏത് കോടികള്? എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമ്പോ കിട്ടുന്ന തുകയില്ലേ 5 × 50 കോടി രൂപ, അത്. ഓസ്കാർ അവാർഡോ? 5 കോടി 50 കോടിയോ? ഏത് കോടി? എവിടുത്തെ കോടി? എന്ത് വടി ഈ പറയുന്നേ? സുഗുണേട്ടാ, ഞങ്ങളെ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് അതിന്റെ പെശക ഘട്ടം ഘട്ടമായിട്ട് മതി അവാർഡ് അല്ലേ. ആദ്യം ലോക്കൽ അവാർഡ്. അമ്മ വല്ലതും തരണേ. എന്താണ് നിനക്ക്? ഇത് acting, അഭിനയം, അഭിനയം. അഭിനയോ? രണ്ടുപേർക്കും കുഴപ്പമായോ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വല്ലതും തന്ന്. കണ്ടാടി, ഇതാണ് സമൂഹം, കലാകാരനെ തിരസ്കരിക്കുന്ന സമൂഹം. ഭ്രാന്ത് പോലും.